ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ നരച്ച മുടിയെല്ലാം കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈയുമായിട്ടാണ്. പ്രായഭേദമില്ലാതെ കുട്ടികളിലും മുതിർന്നവരിലും കാണുന്ന ഒരു പ്രശ്നമാണ് നരച്ച മുടി കറുപ്പിക്കാനായിട്ട് പലരും ഇന്ന് കെമിക്കൽ ഡൈകളാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ കെമിക്കൽ ഡൈകൾ മറ്റ് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുകയും ചെയ്യും. അതായത് മുടികൊഴിച്ചിൽ അങ്ങനെ മറ്റ് അലർജി പ്രശ്നങ്ങളെല്ലാം തന്നെ കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ നേരിടുന്നതാണ്. എന്നാൽ ഇന്നത്തെ ഹെയർ ഡൈ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ളത് കൊണ്ട് മറ്റ് സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ നമുക്കുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഹെയർ ഡൈ തയ്യാറാക്കാം. ഇപ്പോൾ കാണുന്ന ഈ ഒരു ഹെയർ ഡൈയുടെ കളറ് നമ്മുടെ മുടിയിലും പിടിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കും. അതുമാത്രമല്ല നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും മുടി വളരുവാനും ഇത് സഹായിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് നെല്ലിക്കയാണ്. നെല്ലിക്ക നമ്മുടെ അകാല നര തടയുവാനായിട്ട് സഹായിക്കും. അതേപോലെ മുടി വളരുവാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നെല്ലിക്ക ഇതേപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചെമ്പരത്തിയിലയാണ്. ചെമ്പരത്തിയില ചേർക്കുന്നത് നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും മുടി വളരാനും വേണ്ടിയിട്ടാണ്. നമുക്ക് എത്രത്തോളം ഹെയർ ഡൈ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലും മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇത് അരച്ചെടുക്കണം. വളരെ കുറഞ്ഞ അളവിൽ വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത്. അതായത് ഇത് അരച്ചെടുക്കാനായിട്ടുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും തേച്ച് കൊടുത്തിട്ട് മുടി കഴുകുന്നത് മുടി വളരുവാനായിട്ടും സഹായിക്കും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ട് അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇന്നത്തെ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ഇരുമ്പിൻ്റെ ചട്ടി എടുക്കുകയാണെങ്കിൽ 100% റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നീട് നമ്മളിതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ചായപ്പൊടി. അതുമാത്രമല്ല നമ്മുടെ മുടിയിൽ പിടിച്ച ആ ഒരു കറുപ്പ് നിറം കൂടുതൽ നാൾ നിലനിൽക്കുകയും ചെയ്യും. ഇനി ഈ ഒരു വെള്ളം ചെറുതായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് തുളസിയില ചേർത്ത് കൊടുക്കാം. നീരിറക്കം, ജലദോഷം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുളസിയില ചേർക്കുന്നത്. തുളസിയിലയ്ക്ക് പകരം നമുക്ക് പനിക്കൂർക്കയില ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഒരു വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. നമ്മളിതിൽ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും എസെൻസ് ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടണം. അതുവരെ ഇത് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു വെള്ളം നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കും. അതായത് ഈ ഒരു വെള്ളം നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം നമ്മുടെ മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നല്ലതുപോലെ തിളച്ച് നമ്മൾ ചേർത്ത 1 ഗ്ലാസ് വെള്ളം എന്നത് 3/4 ഗ്ലാസ് വെള്ളമായിട്ട് വറ്റിച്ചെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇന്നത്തെ ഹെയർ ഡൈ നമ്മൾ ഒരു പ്രാവശ്യം മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ 1 മാസം വരെ ആ ഒരു കറുപ്പ് നിറം നിലനിൽക്കുന്നതാണ്. നമ്മൾ ഇതിലേക്ക് ചേർത്ത ആ ഒരു മിക്സിൻ്റെ എല്ലാ എസെൻസും ഈ ഒരു വെള്ളത്തിൽ നന്നായിട്ട് ഇറങ്ങി കിട്ടണം. അതുവരെ തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഒരു കെമിക്കൽ ഡൈയും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഹെയർ ഡൈ അത്രയ്ക്കും റിസൾട്ട് തരുന്നതാണ്. യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത്. ഇനി നമുക്ക് ഇതൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ അരിച്ചെടുക്കണം. കാരണം ഇത് തണുത്ത് കഴിഞ്ഞാൽ അരിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. 60-70 വയസ്സുള്ളവർക്കും ഈ ഒരു ഹെയർ ഡൈ കൊണ്ട് മുടി കറുപ്പിച്ചെടുക്കാം. 1-2 നരച്ചു തുടങ്ങുന്നവർക്ക് ഈ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് മുടി നരയ്ക്കില്ല. മുടി നരയ്ക്കുന്നത് തടയുവാനായിട്ടുള്ള ഒരു റെമഡി കൂടിയാണിത്. ഇതിൽ നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും മുടി വളരുവാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനുമൊക്കെ സഹായിക്കുന്നവയാണ്. ഈ ഒരു വെള്ളം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല ബ്ലാക്ക് കളറായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ നമ്മുടെ മുടിയിലും ആ ഒരു ബ്ലാക്ക് കളർ കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം. ആ പൗഡറും കൂടി ചേർത്താലാണ് നമ്മുടെ ഹെയർ ഡൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ്. 3 ടേബിൾ സ്പൂണോളം തന്നെ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡറാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. സാധാരണ നമ്മൾ ഹെന്ന പൗഡർ ചേർക്കുമ്പോൾ മുടി ബ്രൗൺ കളറിലാണ് കിട്ടാറുള്ളത്. എന്നാൽ ഈ ഒരു ഹെയർ ഡൈ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ചൂടാക്കി എടുക്കാം. ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇത് ചൂടാകുമ്പോൾ തന്നെ നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ വരുന്നുണ്ട്. പലരും പല രീതിയിലാണ് ഹെയർ ഡൈ തയ്യാറാക്കുന്നത്. എന്നാൽ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ
ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ട് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അതായത് കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതായത് ഈ ചട്ടിയിലെ ചൂടെല്ലാം ആറിയതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ഹെയർ ഡൈ നല്ലതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒട്ടും തന്നെ എണ്ണമയമില്ലാത്ത മുടിയിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷം മുടി കഴുകാവുന്നതാണ്. മുടി കഴുകാനായിട്ട് സോപ്പോ താളിയോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സാധാ വെള്ളത്തിൽ നമുക്ക് കഴുകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ നിങ്ങളും ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.